കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ തീപിടുത്തം. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങൾ നൽകാനായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോൾ സാധിച്ചോ? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആ ഫാമിന്റെ ഓയിൽ ഫാമിന്റെ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായത്. ഇവിടെ വീടുകളോ ലയങ്ങളോ ഒന്നും തന്നെ ഇല്ല. തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ അടിയന്തരമായി അവർ രക്ഷാപ്രവർത്തനത്തിനും തീ അണയ്ക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അത് പൊല്ലൂർ, അഞ്ചൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. ശക്തമായ കാറ്റ് പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീ ഒരു സ്ഥലത്ത് പ്പോൾ മറുസ്ഥലത്തേക്ക് തീ പടരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ എണ്ണപ്പനകളുടെ മുകളിലേക്ക് പോലും തീ പടരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ പ്രദേശത്ത് കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ്. ഉണങ്ങിക്കരിഞ്ഞ പുൽച്ചെടികളുണ്ട്. അതിൽ നിന്ന് തീ വേഗത്തിൽ പടരുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലും പനയോലകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായ കാറ്റ് വീശുന്നതാണ് ഇതിനൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി വരാം. സമയത്താണ് തീ പിടിച്ചെന്നും പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത്. അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു. അങ്ങോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് തീ ഇത്രയും നീണ്ടുപോയത് ഇതിൻ്റെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കുന്നവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര യൂണിറ്റോളം വർക്ക് ചെയ്തു? ഇപ്പോൾ നമ്മുടെ 3 യൂണിറ്റാണ്. പുനലൂർ കടക്കൽ നിലയത്തിൽ നിന്നുള്ള 3 യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ സഹായം വളരെയധികം ഉണ്ടായിരുന്നു. ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും നമ്മളോടൊപ്പം ഉണ്ട്. അത് അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ ഫയർ ഫൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിന്റെ തീയുടെ ഉറവിടം എന്താണെന്ന് ഇനി നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്താം. അത് അങ്ങനെ ആദ്യം തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എണ്ണപ്പനകളാണ്. അതിനിടയിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. പനകൾക്കും തീ പിടിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നേരത്തെ കണ്ണൻ നൽകുന്നത്. കണ്ണൻ, ഇത് തീ ഏകദേശം പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നു. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹം പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ എങ്ങനെ തീപിടുത്തം ഉണ്ടായിരുന്നതിൽ ആരോ തീയിട്ടതാണെന്നുള്ള സംശയമൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് സംഭവം? എങ്ങനെ ഉണ്ടായി തീപിടുത്തം എന്നതിനെ പറ്റി പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം എങ്ങനെയാണ്? സ്വാഭാവികമായി സംശയം ഉണ്ടാകും. കാര്യം കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് തന്നെ സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായി. അന്നും ആരോ തീയിട്ടതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അതേ വർഷം അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെയാണ് വീണ്ടും സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ആ ഒരു സംശയമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഒരു ഭാഗത്തെ തീ മാത്രമാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. ഏതാണ്ട് 4 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണിത്. അതിൽ പല സ്ഥലങ്ങളിലും ഈ പുൽച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പുൽച്ചെടികളിലേക്ക് ഉണങ്ങി നിൽക്കുന്ന പുൽച്ചെടികളിലേക്ക് തീ പടരുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല പ്രദേശത്ത് നല്ല സാധാരണ സമയങ്ങളിൽ തന്നെ നല്ല കാറ്റുള്ള പ്രദേശമാണ്. ആ കാറ്റുകൂടി വന്നതോടുകൂടി ആ പ്രദേശത്തേക്ക് പല സ്ഥലങ്ങളിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയിരിക്കുന്നത്. ഉൾപ്രദേശമാണ്. കൊല്ലത്ത് നിന്ന് 2 മണിക്കൂറോളം യാത്ര ചെയ്ത് എത്താവുന്ന ഒരു പ്രദേശമാണ്. അവിടെ സാധാരണ തോട്ടം തൊഴിലാളികളും ഒപ്പം തന്നെ ലയത്തിൽ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ് ഉള്ളത്. ആ പ്രദേശങ്ങളിലേക്ക് അവരുടെ ലയങ്ങളിലേക്ക് നിന്നും തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ കണ്ടഞ്ചിറ തോട്ടത്തിൽ 1-ാം ഫീൽഡിലാണ് എണ്ണപ്പനകൾ നട്ടുവളർത്തിയ രാജേന്ദ്രൻ ഭാഗത്ത് തീ പടരുകയായിരുന്നു. 5 ഹെക്ടറിലാണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആരോ തീയിട്ടതാണ് എന്നുള്ള രീതിയിലൊരു സംശയം ബലപ്പെടുന്നുണ്ട്. എന്നാലും തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ